ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഉസ്താദുമാരെ, നമ്മളെ MSR, നമ്മളെ സ്വന്തം MSR എങ്ങനെയാണ് ക്ലിയർ ചെയ്യുക എന്നുള്ള ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല. ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ച് ചോദിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സംശയം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ നേരെ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് സമസ്ത ഇൻഫോ എന്നതാ മുകളിൽ കാണുന്നത്. സമസ്ത ഇൻഫോ എന്ന് അടിക്കുക. നേരെ ഏറ്റവും മുകളിൽ കാണുന്ന സമസ്ത ഓൺലൈൻ എന്ന് കണ്ടല്ലോ, അതിൽ പോവുക. അതിൽ പോയിട്ട് നമ്മളെ MSR നമ്പർ, എൻ്റെ MSR നമ്പർ ഞാൻ ആൾറെഡി ഇതിൽ ചെയ്തിട്ടുണ്ട്. നമ്മളെ MSR നമ്പറും ആധാർ കാർഡിൻ്റെ നമ്പറും അടിച്ചു കഴിഞ്ഞാൽ ധൈര്യമാരെ നമ്മളെ ഫോട്ടോ, നമ്മളെ പേര്, കാര്യങ്ങൾ, ഇനി പാസ്വേഡ് വേണമെങ്കിൽ മാറ്റാം. ചേഞ്ച് പാസ്വേഡ് എന്ന് അടിയിൽ കാണുന്നത് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ആധാർ കാർഡിൻ്റെ നമ്പർ വെച്ചിട്ടാണല്ലോ നമ്മളിത് ആദ്യം തുറക്കുക. ഇനിയിപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് എപ്പോഴും തുറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ ചേഞ്ച് പാസ്വേഡ് എന്നുള്ളിടത്ത് പോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പാസ്വേഡ് നമുക്ക് മാറ്റാൻ കഴിയും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തിൽ, അതായത് നമ്മളെ ഇതുണ്ടല്ലോ, ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ സമസ്ത ഓൺലൈൻ അടിച്ച് നമ്മളെ MSR നമ്പർ കൊടുത്ത് നമ്മൾ MSR തുറന്നു. ഇതൊക്കെ ഓരോരോ ഉസ്താദന്മാർ വിട്ടന്ന് ശരിയാക്കാൻ പറയുന്നതാണ്. അതാണ് അത്ര MSRൻ്റെ ഇത് കാണിക്കുന്നത്. നമ്മളതിൽ പിന്നെ നമ്മളിതിൽ ചെയ്യേണ്ടത്, ഏറ്റവും ആദ്യം ഞാൻ സർവീസ് ഡീറ്റെയിൽസ് എന്ന് കണ്ടില്ലേ, ഹോം എന്നുള്ളത് നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്, പേര്, അഡ്രസ്സ്, കാര്യങ്ങൾ, ഫോട്ടോസൊക്കെ ഉള്ള ഹോം എന്നുള്ളിടത്ത് കാണുക. രണ്ടാമത്തോടത്ത് സർവീസ് ഡീറ്റെയിൽസ് എന്ന് കാണാം. സർവീസ് ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ ഏറ്റവും അവസാനം ഏത് മദ്രസയിലാണോ ജോലി ചെയ്യുന്നത് വെച്ചെങ്കിൽ ആ മദ്രസ ഇവിടെ കാണിക്കും. ഏറ്റവും അവസാനം ഇതാ ഇവിടെ നമ്മളെ ലാസ്റ്റ് ഈ മദ്രസ്. ഇനി നമ്മൾ ഈ മദ്രസ ഇപ്പോൾ നമ്മൾ മദ്രസ നിന്ന് വിട്ട് കഴിഞ്ഞാൽ, ഈ മദ്രസത്തെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഈ മദ്രസയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, വിട്ടാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏത് മദ്രസയാണോ നമ്മളെ സൈറ്റിൽ അവസാനം ഉള്ളത് എന്ന് നോക്കിയിട്ട് ആ മദ്രസ നമ്മൾ വിടുമ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ആ മദ്രസ എന്നാണോ വിട്ടത് എന്നുള്ള ഡേറ്റ് കൊടുക്കുക. ആ ഡേറ്റ് കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒരു ഫോം എന്ത് ചെയ്യണം, ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ഫോം നമ്മൾ ആരോടും അന്വേഷിക്കണ്ട. ഇവിടെ നമുക്ക് പോയാൽ ഇതാ ഈ ക്ലിക്ക് ഹെയർ എന്നുള്ളിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോം കിട്ടും. ഇതാ ഈ ഫോം. ആ ഫോം നമുക്ക് എന്ത് ചെയ്യും, ഇതാണ് ആ ഫോം. ഇതാണ് ആ ഫോം. ഇതിപ്പോൾ നമ്മളെ ഫയലിൽ പോയാൽ നമ്മളെ ഫോട്ടോസും ഇതൊക്കെ കാണുന്നവർക്ക് ഈ ഫയൽ അവിടെ ഉണ്ടാവും. ഈ ഫയലിൽ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ പ്രസിഡൻറ്റ്, സെക്രട്ടറി അവരുടെ സമക്ഷത്തിലേക്ക് പിന്നെ മദ്രസൻ്റെ പേര്, മദ്രസൻ്റെ അംഗീകരണ നമ്പർ അതും കൊടുക്കുക. എന്നിട്ട് നമ്മളെ പേര്, നമ്മളെ MSR നമ്പർ, നമ്മളെ വീട്ടുപേര്, നമ്മളെ MSR നമ്പർ എന്നവർ ഇന്ന തീയതി മുതൽക്ക് മേപ്പടി മദ്രസയിൽ നിന്നും, അതായത് ഇപ്പോൾ മേപ്പടി മദ്രസ എന്ന് പറഞ്ഞാൽ പഴയ ആധാരം എഴുതുന്ന ഭാഷയാണ് മേപ്പടി മദ്രസ എന്നുള്ളത്. അതായത് ആ മദ്രസയിൽ നിന്നും ഇന്ന തീയതി മുതൽക്ക് സർവീസിൽ നിന്നും പിരിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ഫോമാണിത്. ഈ ഫോം നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഇവിടെ പോയിട്ട് ചൂസ് ഫയൽ എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഇത് ഫയൽ നോക്കിയിട്ട് നമ്മളെ ക്യാമറ ആണെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നേരെ ചൂസ് ഫയൽ എന്ന് പോയിട്ട് നമ്മൾ നേരെ ഗാലറി പോവുക. മീഡിയ ഗാലറി എന്ന് കാണാം. ഇതിൽ പോയാൽ കാണാം സർവീസ് ലെറ്റർ എന്ന് കാണാം. സർവീസ് ലെറ്റർ തന്നെ. ഇതിപ്പോൾ ഞാൻ വെറുതെ കൊടുത്താൽ ഞാൻ ചെയ്യണില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഒക്കെ ശരിയായാലും ഇവിടെ ഇതിപ്പോൾ ശരിയായിക്കണ്. ആ ഫോം അവിടെ കയറി കഴിഞ്ഞാൽ നേരെ പോയിട്ട് റിക്വസ്റ്റ് റിസൈൻ എന്നുള്ളിടത്ത് പോയിട്ട് നെക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ ഈ പിന്നെ അപേക്ഷ ഓഫീസിലേക്ക് ഡയറക്റ്റായിട്ട് പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഇതേപോലെ നമ്മൾ ബാക്ക് പോവുക. നമ്മൾ ഹോമിൽ പോവുക. ഈ ഹോം എന്നുള്ളിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഹോം എന്നുള്ളിൽ പോയിട്ട് നമ്മളിപ്പോൾ വിട്ട മദ്രസ ഇതിന്ന് വിട്ടിക്കണോ എന്നുള്ളത് ഇവിടെ അടിയിൽ കാണിക്കുന്നുണ്ടാവും. ഈ സർവീസ് ഡീറ്റെയിൽസിൽ ഡൗൺലോഡ് സമ്മറി എന്നതിൽ പോയാലാണ്, അതായത് ഏതാണ് നമ്മളെ മദ്രസ അവസാനത്തെ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ നിലവിൽ ജോലി ചെയ്യുന്ന മദ്രസ അപ്രൂവ്ഡ്, അവിടെ ഞാൻ വിട്ടിട്ടില്ല. വിട്ടാൽ ആ മദ്രസ വിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കും. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്.
അപ്പം നിങ്ങൾ ഫോം ഇത് എന്തിൻ്റെ ഫോമാണെങ്കിലും ഈ ഫോമൊക്കെ ഇത് തന്നെ കാണിക്കണ്ടാവും. ഏതിൻ്റെ ഫോമാണെങ്കിലും ഒക്കെ അതിൽ കാണിക്കും. ഇങ്ങനെയാണ് നമ്മളെ സ്വന്തം MSR നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. നമ്മളെ MSR നമ്പർ വലിയ അക്ഷരമായിട്ട് MSR എന്നടിച്ച് സ്പേസ് ഇല്ലാതെ MSR നമ്പർ കൊടുക്കുക. അതിൻ്റെ അടിയിൽ നമ്മളെ ആധാർ കാർഡിൻ്റെ നമ്പറും കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ MSRൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അടിയിൽ പോയാൽ ചേഞ്ച് പാസ്വേഡ് എന്നുള്ളിടത്ത് പോയിട്ട് നമ്മളെ പാസ്വേഡ് എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ മാറ്റം ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും. ദുആയിൽ ഉൾപ്പെടുത്തുകൊണ്ടോ. ഇന്ന് മുഹറം 9 അല്ലേ, എല്ലാവർക്കും നോമ്പുണ്ടാവും. നിങ്ങളൊക്കെ നോമ്പ് തുറക്കണ സമയത്ത് സാധുവായി നമുക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട് എന്ന് നിങ്ങളെ കുറേ കായ് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, പരിപൂർണ്ണ ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും.